നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ നന്മമരമായ മീഡിയ വണിന്റെ ഒരു പോസ്റ്റാണ് ഇത്. ഉസ്മാൻ ഹാദിക്ക് ജനലക്ഷങ്ങളുടെ വിട. ഈ പോസ്റ്റ് കണ്ടിട്ട് ഉസ്മാൻ ഹാദിക്ക് ഇന്ത്യക്ക് വേണ്ടി എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു മഹാനാണെന്ന്, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മീഡിയ വൺ ചാനലിന്റെ കഴിവാണ്. യഥാർത്ഥത്തിൽ ആരാണ് ഉസ്മാൻ ഹാദിക്ക്? ഇന്ത്യക്കെതിരെ പല വേദികളിലും തീപ്പൊരി പ്രസംഗങ്ങൾ, തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെടുന്ന പേര്. എന്നിട്ടും മലയാളത്തിലെ ഒരു വാർത്താ ചാനൽ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്നു. ചാനല് നമ്മുടെ സ്വന്തം മീഡിയ വൺ. ഒരു വാർത്താ ചാനൽ ഭീകരവാദം ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങൾ നടത്തിയ ഒരു വ്യക്തിയെ മനുഷ്യൻ എന്ന ഫ്രെയിമിൽ അവതരിപ്പിച്ചാൽ അയാളുടെ രാഷ്ട്രീയവും ആശയവും സ്വയം വെളിപ്പിക്കപ്പെടുമ്പോൾ ഇതാണ് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് അവൻ മനുഷ്യനല്ലേ, മരിച്ച ഒരാളെ കുറിച്ച് ഇത്ര കഠിനമോ എന്ന ചോദ്യം. നാളെ ഭീകരവാദം നോർമലൈസ് ചെയ്യപ്പെടും, ഇന്ത്യ വിരോധവും റൊമാൻറ്റിക് ആവും. ഇതാണ് അപകടം. മാധ്യമ സ്വാതന്ത്ര്യം ആവശ്യമാണ് സത്യം, പക്ഷേ ദേശവിരുദ്ധ കാര്യങ്ങളെ സോഫ്റ്റായി കാണിക്കുന്നത് ഒരു ലൈസൻസ് ആയിട്ട് കൊണ്ടു നടക്കാൻ പാടില്ല. ഇന്ത്യ വിരോധം മറച്ചുവെച്ച് ദുഃഖം മാത്രം വാർത്തയാക്കുന്നത് മാധ്യമ ധർമ്മമല്ല, അത് മാധ്യമ പരാജയമാണ്.